ഞാൻ സജി കൂത്താട്ടുകുളം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഹെഡ് വാഷ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്നിപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 23 ദിവസമായിട്ടുണ്ട്. 23 ദിവസം. 23 ദിവസത്തെ എൻ്റെ സെക്കൻഡ് PRP ഇന്നലെ സെക്കൻഡ് PRP കഴിഞ്ഞു. ഇന്നിപ്പോൾ 23ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലല്ലേ നിങ്ങളുടെ അടുത്ത് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ സെക്കൻഡ് PRP കഴിഞ്ഞു, ഹെഡ് വാഷ് കഴിഞ്ഞ് സെക്കൻഡ് PRP കഴിഞ്ഞ് ഇന്നിപ്പോൾ 23ാമത്തെ ദിവസമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷൻ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 7th ഗ്രേഡ് കഷണ്ടിയിൽ നിന്ന് ഒരുപാട് അന്വേഷണങ്ങൾക്കും ഒരുപാട് അലച്ചിലുകൾക്കും ഒടുവിൽ നമ്മൾ കൊച്ചിയിലെ ലാ ഡെൻസിറ്റ എന്ന് പറയുന്ന ഇന്ന് നമുക്ക് നിലവിലുള്ള ഏറ്റവും നല്ല സർവീസുള്ള ഒരു ക്ലിനിക്കിൽ തന്നെയാണ് എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ, ഒരു കൃഷിക്കാരൻ എന്ന നിലയ്ക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കോസ്റ്റ് ആവുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് നല്ല പൈസയാവും. പക്ഷെ നമ്മൾ എത്ര രൂപ മുടക്കിയാലും, 100 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും നമ്മൾ മുടക്കി കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 100% നമുക്കൊരു റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്തൊരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്ത ക്ലിനിക്കുകാർക്ക് ഒരുപാട് കമന്റുകൾ കിട്ടുന്നുണ്ടാവും, നെഗറ്റീവ് കമന്റുകൾ കിട്ടുന്നുണ്ടാവും. അതൊന്നും നമ്മൾ കേട്ടില്ല എന്നായിരിക്കും. കാരണം അതൊക്കെ അവരുടെ കാര്യം, അവരെ ബിസിനസ് കൊണ്ടിരിക്കണം. അപ്പൊ അതൊന്നും നമുക്കത് ബിസിനസ് അല്ലാത്തതാണ്. നമ്മളതിന് മറുപടി പറയാനും പോയില്ല, നമ്മളതിന് മറുപടി പറയണമില്ല. ഞാൻ സിനിമയ്ക്ക് പൈസ ചോദിച്ചു, അവിടെ ചെന്നിട്ടാണ് എനിക്ക് ഡോണർ ഏരിയ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒരു വീഡിയോ ഒക്കെ ഇറക്കാം. അതിന്റെ മറുപടി പറയാൻ എനിക്കില്ലാത്തതല്ല, പുള്ളി എനിക്ക് ഓപ്പറേറ്റ് ചെയ്തേണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ വീഡിയോയിൽ പറയാൻ പറ്റിയില്ലാത്തതാണോ അല്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫൈറ്റിനൊന്നും നമ്മളില്ല. കാരണം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ വിഷയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരു ട്രാൻസ്പ്ലാന്റിന്റെയോ അല്ലെങ്കിൽ ഹെയറിന്റെയോ വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ പോസിറ്റീവ് കമന്റുകൾ ഉണ്ടാവും, നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ 10 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ 10 വീഡിയോ അല്ലെങ്കിൽ 8 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ അകത്ത് കമന്റ് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ മാത്രമേ കമന്റ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റെം സെല്ല് ചെയ്തിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയാൻ സാധ്യത കുറവാണ്. കാരണം എല്ലാവർക്കും അനുഭവമുണ്ട്. ആരും ഇപ്പൊ ഇതുപോലെ വീഡിയോ ആയിട്ട് മുമ്പോട്ട് വരാനൊന്നും തയ്യാറാവില്ല. അത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം പോട്ടെ. അപ്പൊ നമ്മള് ഇന്നിപ്പോ 23ാമത്തെ ദിവസമാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷെഡിങ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഹെഡ് വാഷ് കഴിഞ്ഞാൽ ഷെഡിങ് തുടങ്ങണതാണ്. അപ്പൊ ഞാൻ ഇന്നലെ സെക്കൻഡ് PRP എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നന്നായിട്ട് ഷാമ്പു തേച്ച് ഉരച്ച് നമുക്ക് സാധാരണ കഴുകുന്ന പോലെ നന്നായിട്ട് കഴുകാം. കഴുകി കഴിഞ്ഞാൽ ഷെഡിങ് തുടങ്ങും. ഷെഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നേ അറിയാവുന്ന കാരണം നമുക്ക് അതിൽ പേടിയൊന്നുമില്ല. നമ്മൾ 10 ദിവസം, പിന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 10 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. 10 ദിവസം, 10ാമത്തെ ദിവസം ഹെഡ് വാഷ് ചെയ്യാനായിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അത് കാരണമാണ് പോയത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടൊരു 1-2 സ്ഥലത്ത് ഞാനൊരു 10-15 കിലോമീറ്റർ സ്ഥലത്ത് ഞാൻ തലയൊക്കെ നമ്മുടെ സർജിക്കൽ ക്യാപ്പും മറ്റേ കോട്ടന്റെ ടവല് കെട്ടി ഹെൽമെറ്റ് വെക്കാതെ ഞാൻ 2 വീലർ ഓടിച്ച് പോയിട്ടുണ്ട്. അല്ലാതെ ഒന്നും പോയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ കോട്ടന്റെ ഒരു ടവല് ഇങ്ങനെ വട്ടം കെട്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടില്ല. 30 ദിവസം കഴിയാതെ ഹെൽമെറ്റ് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 30 അല്ല, 2 മാസത്തേക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ട്രാൻസ്പ്ലാന്റിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് നമ്മൾ എന്തോരം കെയർ ചെയ്യണോ അതനുസരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്
നമുക്ക് പൊതുവെ പറയപ്പെടുന്നത്, റിസൾട്ട് വന്ന ആൾക്കാരും അവരൊക്കെ പറയുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാം വളരെ ആ ക്ലിനിക്ക് പറയുന്നത് പോലെ തന്നെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളതാണ്. ഏറ്റവും പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഈ 23 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമുക്ക് ഫുൾ ഇതായിട്ടുണ്ട്. പിന്നെ ഈ ക്രൗഡ് ഏരിയയിൽ മാത്രമാണ് നമ്മളിപ്പോൾ എൻ്റെ 3500 ഗ്രാഫ്റ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ 3500 ഗ്രാഫ്റ്റ് കൊണ്ട് നമുക്ക് ഏതാണ്ട് നമുക്ക് ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഈ മുടി നീണ്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കത് ആവശ്യം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് 2ാം സിറ്റിങ് ഒരു വർഷം കഴിയുമ്പോൾ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പ്രശ്നമുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സാധാരണ കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷവറിൻ്റെ താഴെയല്ല കുളിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ കപ്പിൽ കോരി ഒഴിച്ച് പതുക്കെയാണ് കുളിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ കുളിക്കുന്നത് പോലെ ഷവർ വേണ്ട, ഷവർ ഒരു മാസത്തേക്ക് വേണ്ട. അല്ലാതെ നമുക്ക് ഷാമ്പൂ ഒക്കെ തേച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ശരിക്കും ഇങ്ങനെ ഇതുപോലെ ഉറച്ച് കഴുകി നമുക്ക് കളഞ്ഞ് നന്നായിട്ട് കുളിച്ച് റെഡിയാക്കി നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് പോകാൻ. ഇനിയിപ്പോൾ അത്യാവശ്യം പണിയെടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അവർ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൃഷിക്കാരനായ കാരണം നന്നായിട്ട് വേർത്ത് നന്നായിട്ട് കായികത്വാനുള്ള പണികളൊക്കെയാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ദൈവാനുഗ്രഹം മഴയായാലും ഇപ്പൊ തോട്ടത്തിലൊന്നും പണിയില്ലാത്ത കാരണം അത് ഇപ്പൊ റെസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വലിയ അനുഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇനിയിപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ആർക്കും പൈസ ഇല്ലാത്ത ആർക്കും നമുക്ക് ഈ ലാ ഡെൻസിറ്റിയില് നമുക്ക് അവരതവിടെ EMI കൊടുക്കുന്നുണ്ട്. അതെടുത്ത് പറയാൻ EMI കൊടുക്കുന്നുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് 0 പേയ്മെന്റിൽ അവിടെ EMI അവർ തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ ചെന്ന് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് തരുമോ, അല്ലെങ്കിൽ വിളിക്കുമോ. അതിൻ്റെ സംശയങ്ങൾ തീർക്കാനായിട്ട് എൻ്റെ അനുഭവം വെച്ച് എനിക്കിപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ലാ ഡെൻസിറ്റി ആയിട്ടില്ല. നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. എങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ ഒരു വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് അവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടർമാരായാലും എല്ലാവരും പെരുമാറുന്നത്. ഒരു കുഴപ്പമില്ല. ആരും അങ്ങനെയുള്ള വേറെ ഒരു വലിയൊരു ഹോസ്പിറ്റലിലൊക്കെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലൊന്നുമല്ല. എപ്പോൾ വിളിച്ചാലും കോൾ എടുക്കും. അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്ന അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പൈസയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. പൈസ ഇല്ലാത്തവർക്ക് അവിടെ താല്പര്യമുള്ളവർക്ക് അവിടെ EMI ഉണ്ട് അവിടെ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബന്ധപ്പെടാവുന്നതാണ്. അത് ശ്രീ സത്യനാരായണൻ വഴി നിങ്ങൾക്ക് അവിടെ ചെല്ലാവുന്നതാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുത്തി തരാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് ക്ലിനിക്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കും. ഇപ്പം ലാ ഡെൻസിറ്റി എന്ന ക്ലിനിക്കിൻ്റെ നമ്പറുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എന്നോട് ചോദിക്കണമെന്നില്ല, എല്ലാവർക്കും തന്നെ അറിയാം. യൂട്യൂബിലുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ സത്യനാരായണനെ വിളിക്കാം. സത്യനാരായണനെ വിളിച്ച് നേരിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാം. അവിടെ എന്തോരം നിങ്ങൾക്ക് എന്ത് കൺസെഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഏത് രീതിയിലാണ് പൈസാപരമായിട്ടായാലും മറ്റുള്ള രീതിയിൽ കെയർ അവിടുത്തെ സേവനങ്ങൾക്കായാലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അദ്ദേഹം നിങ്ങൾക്ക് ചെയ്തു തരും. അത് എനിക്കങ്ങനെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവിടെ ഡയറക്റ്റ് എനിക്ക് ഒത്തിരി താമസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നൽകി. ഇപ്പം 23 ദിവസമായി. 7 ദിവസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസമാവും. ഈ 1 മാസമായി കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ 1 മാസത്തെ വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം 23 ദിവസത്തെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് നീരില്ലായിരുന്നു. എനിക്കൊരു കുറച്ച് നീരുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഇതിന് മുൻ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് നീരുണ്ടായിരുന്നുള്ളൂ. വേദനയില്ലായിരുന്നു. സൂചി കുത്തുന്ന വേദനയില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട്. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കുകാർ ഡോക്ടർ പറഞ്ഞതല്ലാതെ ഞാനൊരു കാര്യം ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോണർ ഏരിയയിലൊക്കെ ഭയങ്കര മരപ്പുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ശരിക്കും ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് ആ മരപ്പൊക്കെ മാറി കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളിത് എടുക്കുമ്പോൾ നമ്മുടെ തലയിൽ ആയിരക്കണക്കിന് സുഷിര ഞരമ്പുകളുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഈ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള വീക്കങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നീരായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ എനിക്കത് എന്തായാലും വളരെ കുറവാണ്. വളരെ കുറവ് നീര് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 24 മണിക്കൂർ സമയത്തേക്ക് വരും കുറച്ച് നീര് വരുമ്പോൾ. ഒരു തേനീച്ച കൊത്തി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ ഒരു ചെറിയത് അത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മാറും ചെയ്തു, സാധാരണഗതിയിലേക്ക് ആവുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു ഇനിയിപ്പോ ഏതാണ്ട് ഒരു ഇപ്പൊ ഷെഡിങ് തുടങ്ങിയിട്ടുണ്ടാവും, ഒരേ മുടിയൊക്കെ പോയി തുടങ്ങി. ഇനി ഏതാണ്ട് ഒരു 42 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഷെഡിങ് നന്നായിട്ട് തുടങ്ങും. ഒരു 3 മാസത്തിനുള്ളിൽ നന്നായിട്ട് ഏതാണ്ട് ഒരു 80% ചിലപ്പോൾ മുടി പോയത് വരും, ചിലപ്പോൾ ഒരു 50% ആയിരിക്കും പോകുള്ളൂ. പലർക്കും പല രീതിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മുടി നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ട് തുടങ്ങും. അപ്പൊ ഒരു 3-4 മാസം, ഒരു 6 മാസമൊക്കെ കഴിയാതെ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അതിന്റെ കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വെച്ച മുടി ഇതുണ്ട്. അപ്പൊ എന്തായാലും നീണ്ടു, പിന്നെ വെച്ചതിനേക്കാൾ ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വെച്ച മുടി ഇത്ര ആയെങ്കിൽ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ പുറത്തിറങ്ങാനായാലും നമുക്കൊരു വീഡിയോ എടുക്കാനായാലും നമുക്ക് ഗ്യാപ്പൊന്നുമില്ലല്ലോ. നേരത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ, അതിന് ഇവിടെ ഈ സൈഡിലൊക്കെ അങ്ങോട്ട് നമുക്കൊന്നും മുടി വന്നിട്ടൊന്നുമില്ല. ഈ വന്ന മുടി ഇതിങ്ങനെ നല്ല നിൽക്കുവാണ്. ആ വന്ന മുടി ആയാലും മറ്റേ ഈ മിനോസൈഡിന്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന് ആ ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടും മരുന്ന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ നല്ലയുടെ റിസൾട്ടും അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഇതിനു മുമ്പ് ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു എനിക്ക് എൻ്റെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഇത്രയും നാളും എനിക്ക് എല്ലാ രീതിയിലും തന്ന എല്ലാ പ്രോത്സാഹനവും ഇനിയും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഇനിയും ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോകളായാലും ചെയ്യുന്ന വീഡിയോകൾക്കായാലും നിങ്ങൾ നല്ല പ്രോത്സാഹനം തരണം. നിങ്ങൾ തന്നിട്ടുമുണ്ട്, നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും 1000 പേരുണ്ടെങ്കിൽ 1000 പേരെ തൊട്ടുപെടുത്തി നമുക്ക് ഒരു കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, നല്ല അഭിപ്രായങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ മറ്റുള്ള വീടുകളിലെല്ലാം പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലിനിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ക്ലിനിക്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വീട് പോലെ തന്നെയാണ്. അവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടർമാരും എല്ലാം എന്തും ചോദിക്കും. എന്നാലും ഞാനൊരു സെക്കൻഡ് BRP എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് ഒരു അരമണിക്കൂർ ഞാൻ സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ചാലെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കേണ്ട ഗുളിക, നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പണിയെടുക്കേണ്ട കാര്യങ്ങൾ, വേർത്താ കുഴപ്പമുണ്ടോ, വെയിൽ കൊണ്ടാ കുഴപ്പമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു. അപ്പൊ അതൊക്കെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം, ഭക്ഷണമായാലും കഴിക്കാം. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു വെജിറ്റേറിയനിലേക്ക് കുറച്ച് കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് കൂടുതലുണ്ട്. കാരണം റെഡ് മീറ്റ് ഒക്കെ കുറച്ച് 2 മാസത്തേക്ക് ഒഴിവാക്കണേന് നല്ലതാണ്, വല്ലപ്പോഴും കഴിക്കണേനും കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു തന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലാ ഡെൻസിറ്റ എന്ന് പറഞ്ഞ ആ ക്ലിനിക്കിലുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ലാ ഡെൻസിറ്റ നിങ്ങളോട് ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവിടെ കിട്ടി കയറാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഏത് ക്ലിനിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലാതെ ഇന്ന ക്ലിനിക്കിലൊന്നും മാത്രം പോകണമെന്ന് ഞാൻ പറയുകയല്ല. അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്ന ആളല്ല, ഞാനോട്ട് പറയുകയില്ല. നിങ്ങൾക്ക് കെയർ. പിന്നെ ഒരു കാര്യം പറയാം, കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കൊരു വാർത്തയൊക്കെ വന്നല്ലോ, ഒരു സുനിൽ എന്ന് പറഞ്ഞ ഒരാളുടെ വാർത്തയൊക്കെ വന്നല്ലോ. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്പ്ലാന്റിലേക്ക് ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ തന്നെ ആൾക്കാരെല്ലാവരും ഒന്നറച്ചു. കാരണം വാർത്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള അത് വൈറലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസ് നോക്കുക, അവിടുത്തെ ഡോക്ടർമാരെ നോക്കുക, അവിടെ എന്തൊരു സർജറി ചെയ്തിട്ടുണ്ട്, അത് എത്ര എണ്ണം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, എത്ര എണ്ണം ഫെയിൽ ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ഈ പൈസ കുറവുള്ളിടത്തേക്ക് ഒരിക്കലും പോകരുത്. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ പൈസ കുറവാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരേ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സമയം പോകും, രണ്ടാമത് നമുക്ക് ഒരിക്കലും അതൊരു സക്സസ്ഫുള്ളി ആവില്ല. കാരണം വെച്ചാൽ നമ്മൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടില്ല. നമുക്ക് ആത്മവിശ്വാസം കിട്ടാൻ എന്താണ്, നമുക്ക് കുറച്ചെങ്കിൽ കുറച്ച് ഇനിയിപ്പോൾ 1000 ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിലും 2000 ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിലും 3000 ആണെങ്കിലും 5000 ആണെങ്കിലും ആ ഉള്ളത് വെച്ചാൽ
അത് പൈസ മുടക്കി കഴിഞ്ഞാൽ അത് മുതലാവണം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. കാരണം ഈ പൈസ ചുമ ഉണ്ടാവണമല്ല. അല്ലാണ്ട് ലേലം വിളിക്കണ പോലെ 8,500 ഉണ്ട്, 10,500 ഉണ്ട്, 18,500 ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡെയിലി വന്ന് വീഡിയോ വന്ന ഓരോ ക്ലിനിക്കുകാരും വന്ന് ലേലം വിളിക്കുന്നത് ഒന്നും കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും പോകരുത്. അങ്ങനെ ഒരിക്കലും പോകരുത്, ചതിയിൽപ്പെടരുത്. നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൈസ ഇല്ലാത്തവരാണെങ്കിൽ EMI സൗകര്യമുണ്ട്. പൈസ ഉള്ളവരാണെങ്കിൽ അത് ചെന്ന് നല്ലൊരു ക്ലിനിക്ക് നോക്കി കണ്ടുപിടിച്ച്. ഇപ്പൊ എറണാകുളത്തായാലും നല്ല ക്ലിനിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി 2-3 പേരെടുത്ത് പറയാനുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഈ ലാഡൻസിനാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പോവുക, നല്ല ഡോക്ടർമാരുണ്ടോ എന്ന് നോക്കുക, നല്ല ക്ലിനിക്കാണോ എന്ന് നോക്കുക, അവിടുത്തെ സക്സസ്ഫുൾ നോക്കുക, അവിടുത്തെ ഫെയിലർ നോക്കുക. ഇതെല്ലാം പിന്നെ അവരെ ഫോളോ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ചെയ്ത കുറെ ആൾക്കാരോട് വിളിച്ചു ചോദിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ഈ കുറച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പോകാവുള്ളൂ ഈ ട്രാൻസ്പ്ലാന്റിന്. പിന്നെ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. 1 മാസത്തേക്ക് മാക്സിമം കെയർ ചെയ്യുക. വേറെ യാതൊരു കുഴപ്പങ്ങളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 23 ദിവസത്തിനോടിടയ്ക്ക് നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. നമ്മൾ പൂർണ്ണ സംതൃപ്തനാണ്. കാരണം ഇനിയത്തെ ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകൾ, ഓരോ മാസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷ. കാരണം ഇത് വളർന്ന് നമ്മുടെ ആ പഴയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആത്മവിശ്വാസം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുന്നത്. നിങ്ങളെല്ലാവരും അതെ, നമ്മളെല്ലാവരും അതെ. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക, അതിൻ്റെതായ രീതിയിലുള്ള ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെയുള്ളത് മാത്രം കണ്ടുപിടിച്ച് നമ്മൾ പോവുക. അല്ലാതെ നമ്മൾ പരസ്യത്തിലൂടെ കാണുന്ന, യൂട്യൂബിലൂടെ കാണുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അങ്ങനെ പരസ്യത്തിലൂടെ എവിടുന്ന് കാണുന്ന എന്ത് കാര്യങ്ങളായാലും നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രമാണ് പോകാവുള്ളൂ. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയുന്നതല്ല, നമുക്ക് കുറ്റം പറയേണ്ട കാര്യവുമില്ല. ഇപ്പം നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമുക്കത് അറിയുന്നത്. അപ്പം അത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അംഗീകരിക്കാണ്ടിരിക്കാം, ഒക്കെ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയൊരു വീഡിയോ വരുന്നത്, ഇനിയൊരു പുതിയ വിശേഷം, ഇനിയൊരു നല്ല സന്തോഷമുള്ള വാർത്തയുമായിട്ട് ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും മഴയാണ്, വെള്ളപ്പൊക്കമാണ്, ആർക്കും ഒരു ആപത്തും വരത്തല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമുക്ക് പറ്റുള്ളൂ. എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും വണ്ടിയെ പോകാനെല്ലാവരും നന്നായിട്ട് സൂക്ഷിച്ച് പോവുക. അതുപോലെയൊക്കെയാണ് റോഡുകളും വഴികളെല്ലാം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ, എല്ലാവരും ദീർഘായുസായിട്ടിരിക്കട്ടെ. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ലവ്ലാൻ മീഡിയയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നേരിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്, അത് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മുമ്പോട്ട് അവിടെ പോകാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. എന്നെ കോൾ ചെയ്ത് നിങ്ങൾ വിളിച്ചു, ധൈര്യമായിട്ട് വിളിച്ചു, ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ തിരിച്ച് ഞാൻ വിളിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ സമയക്കുറവോ മറ്റുള്ള കാര്യങ്ങളോ എൻ്റെ അസൗകര്യമൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കും. ഇല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള മെസ്സേജ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.